ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടർ റോബിൻ, വേദാലക്ഷ്മി, അനന്തു സുൽജിത്ത്, അഭിൽ ദേവ് ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അതീവ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഡോക്ടർ റോബിൻ തങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന് ആരോപിച്ചുകൊണ്ട് വേദാലക്ഷ്മിയും അഭിൽ ദേവും നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അതുകൂടാതെ ഇവർക്ക് സപ്പോർട്ടായിട്ട് അനന്തു സുൽജിത്ത് എന്ന് പറയുന്ന ഡോക്ടർ ഡ്രേക്കും രംഗത്ത് വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഡോക്ടർ റോബിൻ വേദാലക്ഷ്മിക്കും അനന്തു സുൽജിത്തിനുമെതിരെ പാലാരിവട്ടം പോലീസിൽ ഒരു പരാതി നൽകുന്നു. അതിനുശേഷം ഡോക്ടർ റോബിൻ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു. ആ പ്രസ് മീറ്റിൽ വളരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും വേദാലക്ഷ്മിക്കും അഭിൽ ദേവിനും അനന്തു സുൽജിത്തിനുമെതിരെ ഉന്നയിക്കുന്നു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് പിന്നാലെ തങ്ങളും ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ പോകുന്നു. ഇന്നലെ 12 മണിക്ക് വിളിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ റോബിൻ ഒരു വീഡിയോ തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുന്നു. താനും ഈ ഒരു പ്രസ് മീറ്റിൽ വരും, തന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് സഹിതം ആ ഒരു പ്രസ് മീറ്റിൽ ഹാജരാക്കുന്നതാണ്. അത് മാധ്യമങ്ങൾക്കും ഈ പറയുന്ന വേദാലക്ഷ്മിക്ക് ഉൾപ്പെടെ പരിശോധിച്ച് ബോധ്യപ്പെടാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഉടനെ ആ ഒരു പ്രസ് മീറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും. അതിനുശേഷം ഇന്നലെ രാത്രിയാണ് ഈ പറയുന്ന വേദാലക്ഷ്മിയും അഭിൽ ദേവും അനന്തു സുൽജിത്തും മാധ്യമങ്ങളെ കാണുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ ഡോക്ടർ റോബിൻ പങ്കുവച്ച വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അഭിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അഭിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 റുപ്പീസ്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റൂല. അതാ ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തൊക്കെ കറക്റ്റ് അതിൽ എന്തുണ്ട്, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവരുടെ ട്രാൻസാക്ഷൻ സ്ലിപ്പും റെസിപ്റ്റും ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് ഇവരുടെ പ്രസ് മീറ്റ് ഉണ്ട് അല്ലെ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട്. എല്ലാ മീഡിയാസും വരണം, മെയിൻ സ്ട്രീം ചാനൽസ് തൊട്ട് എല്ലാ മീഡിയാസും വരണം. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പം അനന്തു, അതായത് നമ്മളെ ഡോക്ടർ ഡ്രേക്ക് എന്റെ അടുത്ത് ആദ്യമേ, എനിക്ക് തോന്നുന്നു ഇനിഷ്യലി എന്റെ അടുത്ത് ചോദിച്ചിരുന്നത്, ബ്രോ എത്രയാണ് ട്രാൻസാക്ഷൻ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് തോന്നുന്നു ഒരു 40-45 ഇടയ്ക്കാണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എടുത്തിട്ട് നിനക്ക് അയച്ചുതരാം, ഡീറ്റെയിൽസ് എടുത്തിട്ട് അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങനെ അഭിൽ ദേവ് പറഞ്ഞു 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചുതരണം. എനിക്ക് ഈ പറഞ്ഞ കണക്ക് 75 ലക്ഷം രൂപ നിങ്ങൾ തന്നത് എനിക്കൊന്ന് അയച്ചുതരണേ. അപ്പൊ ടോട്ടലി മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻ ഇവരുമായിട്ടുള്ളത് 42,53,500 രൂപയാണ്. അതിൽ ഞാൻ 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് അവർ എനിക്ക് 69,000 രൂപ തരാനുമുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഈ പ്രസ് മീറ്റിൽ ഞാനും വരുന്നതാണ്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഞാനും കൊണ്ടുവരും. ഈ റെസിപ്റ്റും ഈ പറഞ്ഞ ചാറ്റും അവർ അയച്ചെന്ന അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനും കൊണ്ടുവരുന്നുണ്ട്. അനന്തുവിന് ഉൾപ്പെടെ അവിടെ ഉള്ള എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അനന്തുവിന്റെ അടുത്ത് പറഞ്ഞു, എടുത്ത് ചാടല്ലേ, ഞാൻ പറഞ്ഞതല്ലേ 40-45 ഇടയ്ക്കുള്ള, നിന്റെ ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ ഈ സത്യം എന്താണ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ ഉള്ളത് അറിയുന്നതിന് മുന്നേ എടുത്തു ചാടി ഒരാളിനെ ക്രൂശിക്കുന്നത് ദൈവത്തോർത്ത് സോഷ്യൽ മീഡിയ ഒന്ന് നിർത്തണം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. മനുഷ്യരാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ ആവശ്യമില്ലാതെ ഒരാളിനെ എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നതിന് മുന്നേ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എന്റെ ഒരു എന്താ പറയാ ഒരു കൈൻഡ് റിക്വസ്റ്റ് ആണ്.
പിന്നെ എന്തായാലും ഇന്ന് പ്രസ് മീറ്റിൽ ഞാനും വരുന്നുണ്ട്. ഈ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനും കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത്. മനസ്സിലായില്ലേ? എന്തായാലും 42,53,500 രൂപ ഇങ്ങോട്ട് തന്നു, 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തു. എനിക്ക് ഇങ്ങോട്ട് 69,000 രൂപ, അതായത് 69,000 ഇങ്ങോട്ടാണ് തരാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂ ആണോ നിങ്ങളുടെ ഇഷ്യൂ? അല്ല, ഞാൻ ചോദിക്കുക, സാമ്പത്തികമായിട്ടുള്ള കാര്യമായിരുന്നോ, അതോ എന്നെ അങ്ങ് തകർത്ത് ഇല്ലാണ്ടാക്കി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതല്ലേ? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഇന്നിപ്പോ ഈ ഡീറ്റെയിൽസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അനന്തുവിന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റും, ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റും. വേണമെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തു, ഒരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് കാണാം. സോ ഇതാണ് ഇന്നലെ രാവിലെ ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ പറഞ്ഞ പ്രസ് മീറ്റ് ക്യാൻസൽ ആയി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊന്നുമില്ല, ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങളും കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞ വേദാലക്ഷ്മി ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണ് എന്നുണ്ടെങ്കിൽ അവര് പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെടും. അത് ഭയന്നുകൊണ്ടായിരിക്കാം മേ ബി അവർ ആ പ്രസ് മീറ്റ് ക്യാൻസൽ ചെയ്യുകയും പിന്നീട് അത് വൈകിട്ട് നടത്തുകയും ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഡോക്ടർ റോബിൻ പറഞ്ഞ കണക്ക് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന ആരോപണം അദ്ദേഹത്തിന് സമൂഹത്തിന്റെ മുന്നിൽ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മാത്രം വേദാലക്ഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നതാവാം. കാരണം ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും തിരുത്താൻ പറ്റില്ല. ഇനിയിപ്പോ ഇദ്ദേഹം ഒരു വ്യാജ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കൊണ്ട് വെക്കുന്നതെങ്കിൽ പോലും കൃത്യമായിട്ട് ലീഗലി പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ നിന്ന് കോടതിക്ക് എടുപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ട് ഇവരത് ചെയ്യുന്നില്ല? അതാണ് ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ പാലാരിവട്ടം പോലീസ് ചോദ്യം ചെയ്യലിന് വിളിച്ചപ്പോൾ ഈ പറഞ്ഞ വേദാലക്ഷ്മിയോ അനന്തു സുൽജിത്തോ അവിടെ ചെന്നിട്ടില്ല. അങ്ങനെ ചെന്നിരുന്നുവെങ്കിൽ വേണമെങ്കിൽ ഇവർക്ക് ഈ ഒരു ട്രാൻസാക്ഷന്റെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെ അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കേസ് ലീഗലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ലീഗലായിട്ട് പോയിട്ടുണ്ട്, ബട്ട് യാതൊരു പ്രൂഫും വരില്ല. ബട്ട് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് സഹിതമാണ് ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതാണ് ഇതിനകത്ത് വൈരുദ്ധ്യം. എന്നാൽ ഇന്നലെ ഡോക്ടർ റോബിൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം പ്രസ് ക്ലബിൽ എത്തിയപ്പോഴുള്ള സംഭവം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, എല്ലാവരും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം പ്രസ് ക്ലബിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെക്കുമെന്ന് പറഞ്ഞ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരുമെന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ എറണാകുളം പ്രസ് ക്ലബിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക പ്രസ് മീറ്റ് വെച്ചിട്ടില്ലെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഓക്കെ, ഞാൻ മുകളിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ ഇല്ല. ഇപ്പോൾ കുറച്ച് മീഡിയക്കാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം കൂടെ കൊണ്ടാണ് വന്നത്. അപ്പം ഇനി അടുത്ത പ്രസ് മീറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അവിടെയും വരുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഭാഗം പ്രൂവ് ചെയ്തില്ല പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായമുള്ളതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം.